സ്വാഗതം. ഇന്ന് നമുക്ക് ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സ് ബൈ 1 പ്ലസ് കോസ് എക്സ് ഡി എക്സ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇതും പരീക്ഷയ്ക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് ഇ റൈസ് ടു എക്സ് എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്നതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ വന്നിരിക്കുന്ന ഫോർമുലാസ് മറ്റു ഫോർമുലാസ് ആണ്. സൈൻ 2 തീറ്റ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ 2 തീറ്റ അല്ല, ഇവിടെ എക്സ് ആണ്, സൈൻ എക്സ് ആണ്. ആംഗിൾ എത്ര വരുന്നോ അതിൻ്റെ പകുതിയാണ് ആൻസറിൽ വരുന്നത്. അപ്പോൾ സൈൻ എക്സ് ആണെങ്കിൽ എന്ത് വരും? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. അതുപോലെ 1 പ്ലസ് കോസ് എക്സിനെ മാറ്റി എഴുതുമ്പോൾ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഈ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈ ചോദ്യത്തെ മാറ്റി എഴുതാം. ഐ ഈസ് ഈക്വൽ ടു തന്നിരിക്കുന്നത്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് സൈൻ എക്സിന് പകരം നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യുന്നു. എന്താ? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 എന്ന് എഴുതുന്നു. ആംഗിൾ എത്ര വേണോ ഇവിടെ വരുന്നത് അതിൻ്റെ പകുതിയാണ് ആൻസറിൽ. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ് എന്താ വരുന്നത്? 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. 2 കോസ് സ്ക്വയർ 1 മൈനസ് കോസ് എക്സ് ആയിരുന്നെങ്കിൽ ഫോർമുല എന്തായേനെ? 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ആയേനെ. ഇനി ഇത് നമുക്ക് ഇൻ്റഗ്രൽ സൈൻ ഇട്ടതുകൊണ്ട് ഡി എക്സ് ഇടണം. ഇനി നമുക്കിത് മാറ്റാം. എ പ്ലസ് ബി ബൈ സി എന്ന് വന്നാൽ നമ്മൾ അതിനെ മാറ്റി എ ബൈ സി പ്ലസ് ബി ബൈ സി എന്ന് എഴുതും. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഫ്രാക്ഷനായിട്ട് മാറ്റാം. 1 ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2 ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. അങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇട്ടു 1 ബൈ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ളത് 1 ബൈ 2 എന്നത് എഴുതാം സീക്ക് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. അതായത് 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്കാണ്. അടുത്തത് ഇവിടെ നോക്കിയേ 2 രണ്ടാമത് ഫ്രാക്ഷൻ മാറ്റുമ്പോൾ 2 ക്യാൻസൽ ചെയ്യും. ഒരു കോസ് എക്സ് ബൈ 2 ഒരു കോസ് എക്സ് ബൈ 2 ക്യാൻസൽ ആകും. പിന്നെ വരുന്നത് ടാൻ എക്സ് ബൈ 2 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ തന്നിരുന്ന ചോദ്യത്തെ ഇങ്ങനെ മാറ്റി. ഇപ്പോൾ ഇവിടെ നമുക്ക് എഫ് എക്സും തിരിച്ചറിയാം, എഫ് ഡാഷ് എക്സും തിരിച്ചറിയാം. ഏതാ എഫ് എക്സ്? എഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ടാൻ എക്സ് ബൈ 2 ആണ്. ടാൻ എക്സ് ബൈ 2ന്റെ ഡെറിവേറ്റീവ് ആണ് ഏതെന്ന് പറയുന്നത് 1 ബൈ 2 സി സ്ക്വയർ എക്സ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടാൻ എക്സ് ബൈ 2ൻ്റെത് സി സ്ക്വയർ എക്സ് ബൈ 2, എക്സ് ബൈ 2ൻ്റെത് 1 ബൈ 2. അപ്പോൾ എന്തെന്ന് വരുന്നു? 1 ബൈ 2 സി സ്ക്വയർ എക്സ് ബൈ 2 എന്നായി എഫ് ഡാഷ് എക്സ്. അപ്പോൾ എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് മോഡൽ അല്ലേ? സോ നമുക്കിവിടെ എഴുതാം ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്താ? എഫ് എക്സ് ടാൻ എക്സ് ബൈ 2 അല്ലേ? അപ്പോൾ ഇ റൈസ് ടു എക്സ് ടാൻ എക്സ് ബൈ 2 എന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എഫ് ഐസ് ആൻസർ പഠിച്ചു, ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് പ്ലസ് സി എന്ന് വന്നാൽ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇ റൈസ് ടു എക്സ് എഫ് എക്സ്. കണ്ടുകൊണ്ട് പ്രോഡക്റ്റ് ഫോർമുല ഉപയോഗിച്ച്, അതായത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിച്ച് ചെയ്ത് തുടങ്ങരുത്. നമുക്ക് ഒരുപാട് അത് ചെയ്താലും ആൻസർ കിട്ടും, പക്ഷേ ഒരുപാട് ക്രിയ വരും. അപ്പോൾ നമുക്ക് ഫോർമുല ഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇൻറ്റു എഫ് എക്സ് പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം ഇ റൈസ് ടു എക്സ് ടാൻ എക്സ് ബൈ 2 പ്ലസ് സി ഈസ് ദ ആൻസർ.